കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്കൊണ്ട് ഈ ഷിയാസിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ട് ഈ ഷിയാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിച്ചിട്ട് ഇതേ കണക്ക് പോയതാണ്, തന്നിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. താനുണ്ട് ഈ പരാതി കൊടുത്തപ്പോഴാണ് ഇതേ കണക്ക് തനിക്കെതിരെ പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനുള്ള ഒരുപാട് തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു ഷിയാസ് ഉണ്ട് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഒരു ഓഡിയോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഷിയാസ് തന്നെ പെൺകുട്ടി എടുത്തുകൊണ്ട് ഈ പൈസയൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഓഡിയോ ആയിരുന്നു. അതിന് മറുപടിയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഉണ്ട് ഈ പഴയ ഒരു വീഡിയോ ഉണ്ട് ഈ കുത്തിപ്പൊക്കി വരുന്നുണ്ട്. ആ സമയത്തുണ്ട് ഇത് എനിക്ക് അഖിൽമാരാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയാസ് ഉണ്ടെങ്കിൽ തൻ്റെ ഉമ്മയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ട് ഈ ഷിയാസ് ഉമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലുണ്ട് ഈ ഷിയാസിൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഇതേ കണക്ക് ഷിയാസ് തന്നെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വേണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയുണ്ട് ഇത് കണക്കൊരു കുട്ടിയുണ്ട് 17 വയസ്സുള്ളതൊക്കെ, അതുകൊണ്ട് ആ കുട്ടി വളർത്തോളം കാലം അങ്ങനത്തെ നടക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. സോ ഇത് വന്നതിന് ശേഷം കൂടി ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ഇവർ ഒന്നിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ആ പെൺകുട്ടിയായിട്ട് റിലേഷനിൽ പോയത്, പൈസയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണോ, ഇതിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് തന്നെയാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ഇപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്.